ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പൂളയും ബീഫും വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. അപ്പം അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ പൂള നന്നായിട്ട് മുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കഴുകി വേവിക്കുക ചെയ്യുന്നത്. അപ്പം നമ്മുടെ ചോറ് വെച്ച അടുപ്പിലാണ് ഞാൻ വേവിക്കുന്നത്. ചോറ് വെന്തതുകൊണ്ട് തന്നെ അടുപ്പത്ത് നല്ല തീ ഉണ്ടായിരുന്നു. അപ്പോൾ തീ വേസ്റ്റ് ചെയ്യണ്ടെന്ന് തോന്നി ഞാൻ അടുപ്പിൽ തന്നെ വെച്ചിട്ട് പൂള വേവിച്ചെടുക്കുകയാണ്. അപ്പം നന്നായിട്ട് കഴുകി റെഡിയാക്കി നല്ല ചെമ്പട്ടിയിലിട്ടിട്ട് തന്നെയാണ് വേവിക്കുന്നത്. അപ്പോൾ പൂള നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം അതിന് മുമ്പ് തന്നെ ഞാൻ നമ്മുടെ രാവിലെ ഇറച്ചി വാങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തെ കറിക്ക് വേണ്ടി വാങ്ങിയ ഇറച്ചിയായിരുന്നു. അപ്പം ഇറച്ചി കറി വെക്കുമ്പോൾ ഞാൻ വേവിച്ചതിൽ നിന്ന് തന്നെ കുറച്ച് കോരി മാറ്റിയിരുന്നു. അപ്പം അത് നന്നായിട്ട് നമ്മൾ കറി വെക്കുമ്പോൾ തക്കാളി, ഉള്ളി അങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടിട്ടാണല്ലോ. അപ്പോൾ അത് നന്നായി വേവിച്ചിട്ട് അതിന് എനിക്കൊരു ബീഫ് മാറ്റി വെച്ചതാണ്, അതവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ വെന്ത പൂള ഞാൻ ഒരു വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് അങ്ങനെ വഴറ്റിയെടുക്കുകയാണ്. അങ്ങനെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാൻ നല്ല മിക്സ് ചെയ്തെടുത്ത് അങ്ങനെ ഞാൻ ആ വേവിച്ച് വെച്ച ഇറച്ചി അതിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. അതിലേക്ക് ഇറച്ചി കുറച്ച് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധനങ്ങൾ കുറവായിട്ട് കാണുന്നുണ്ട്. അപ്പം ഞാൻ അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ട മഞ്ഞൾപ്പൊടി അതൊക്കെ ഞാൻ ആ ഇറച്ചി തന്നെ ഇട്ടിരുന്നു. അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പം വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.